ഹായ് ഓൾ ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിവിടെ ഏറെ ഒരു സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു പ്ലോട്ട് അളക്കാൻ വന്നപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള മോഡേൺ സർവേയിങ്ങിനെ പറ്റി കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്താണ് TS, അതായത് ടോട്ടൽ സ്റ്റേഷൻ സർവേ, എന്താണ് GPS സർവേ, അതായത് ഗ്ലോബൽ പൊസിഷനിങ് സർവേ, അതായത് ഡിജിറ്റൽ ഗ്ലോബൽ പൊസിഷനിങ് സർവേ. അപ്പോൾ രണ്ടും ഇവിടെ ഞാൻ കാണാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒരു ബേസിക് വീഡിയോ ആണ് ഞാൻ ഇവിടെ ഇറക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ നമ്മൾ വഴിയെ ഞാനത് എങ്ങനെ അത് വർക്കിംഗ് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഔട്ട്പുട്ടൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാനത് ഇടുന്നതായിരിക്കും. ഓക്കെ, നമുക്കറിയാം സർവേയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ്. സർവേയിങ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, അല്ലേ? എന്താ അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്? സർവേയിങ് ഈസ് എൻ ആർട്ട് ഓഫ് ഡിറ്റർമിൻ ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ്. എന്താണ് റിലേറ്റീവ് പൊസിഷൻസ് കണ്ടുപിടിക്കലാണ് സർവേ എന്ന് പറയുക, അല്ലേ? ഓൺ എബോ ഓർ ബിലോ ദി സർഫസ് ഓഫ് എർത്ത്. ഒരു ഭൂമിയുടെ മേലെയോ താഴെയുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻസ് കണ്ടുപിടിക്കുന്ന ഒരു ആർട്ടാണ് സർവേ എന്ന് പറയുന്നത്. അതിൽ ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, ആംഗുലർ മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, ലെവൽ എടുക്കുന്നുണ്ട്. ഇത് മൂന്നുമാണ് നമ്മൾ അളക്കുന്നത്. പണ്ട് മുതലേ നമ്മൾ കാണുന്ന ഒരു സർവേയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ ചെയിൻ സർവേ ആണ്. പണ്ട് പല സിനിമകളിലൊക്കെ സർവേയിങ് എന്ന് പറഞ്ഞാൽ ചെയിൻ നമുക്ക് കാണാം. അപ്പോൾ ചെയിൻ സർവേയുടെ കാലം കഴിഞ്ഞു. പിന്നെ ടാപ്പ് കൊണ്ട് അളക്കുന്നുണ്ട്, പല പല EDM മെത്തേഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും സർവേ എന്ന് പറഞ്ഞൊരു ഫൈനലി ഇപ്പോൾ നമ്മളെല്ലാവരും ഗ്ലോബലി ഉപയോഗിക്കുന്ന ഒരു സംഭവം നമ്മുടെ ഈ ടോട്ടൽ സ്റ്റേഷൻ തന്നെയാണ്. ഇപ്പോൾ ഈ ആധുനിക ലോകത്ത് ഉപയോഗിക്കുന്നത് ടോട്ടൽ സ്റ്റേഷൻ സർവേ തന്നെയാണ്. ഒരു പക്ഷേ ഗവൺമെൻറ്റും പലതരത്തിലുള്ള സർവേകൾക്ക് ഇപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ സർവേ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്കൊരു വൈഡ് ആയിട്ടുള്ള ഏരിയ സർവേ ചെയ്തെടുക്കാൻ ഉള്ള പോസിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേ ഒരു സമയത്ത് തുടങ്ങി. പക്ഷേ നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷം നമുക്കറിയാം, ഒരുപാട് മരങ്ങൾ ഉള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഡ്രോൺ സർവേകൾ അത് വിജയിക്കാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് നമ്മൾ കാണുന്ന GPS സർവേ സിസ്റ്റം നിലവിൽ വന്നു. ഞാൻ ഇവിടെ എനിക്ക് ഏറെ സന്തോഷം തോന്നിയൊരു കാര്യം, രണ്ട് ടീമാണ് ഇവിടെ അളക്കാൻ വന്നിട്ടുള്ളത്. ഒരാൾ തന്നെയാണ്, അതിലൊരാൾ Pvt.Ltd, അതായത് ടോട്ടൽ സ്റ്റേഷൻ സർവേ ചെയ്യുന്നുണ്ട്. 2-3 ആളുകളുണ്ട് കൂടെ. ഇവിടെ ഒരാൾ നിൽക്കുന്നു, സുഭാഷ് ഏട്ടനാണ്. ഇദ്ദേഹം ഒരു കുറ്റി പോലത്തെ എന്തോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ റോവർ എന്നാണ് പറഞ്ഞത്. ഈ ഒരു സംഭവം പിടിച്ച് ഒറ്റയ്ക്ക് അളക്കാൻ വന്നിരിക്കുകയാണ്. സുഭാഷ് ഏട്ടാ, വെൽക്കം നമ്മുടെ ചാനലിലേക്ക്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് GPS സർവേ ആണ്, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നാണ് സുഭാഷ് ഏട്ടൻ പറയുന്നത്. വളരെ ആക്യുറസിയോട് കൂടി തന്നെ നമുക്ക് അളക്കാൻ സാധിക്കുമെന്നാണ് ഉറപ്പ് തരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു. ബേസിക്കായിട്ട് പറയാം, നമുക്ക് ഒരു പ്ലോട്ടിൽ നമുക്കൊരു കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു പ്ലോട്ടാണ്. സാധാരണ ഞാനൊക്കെ റെക്കമെൻഡ് ചെയ്യാറ് എപ്പോഴും ഈ പറയുന്ന എന്താണ് ടോട്ടൽ സ്റ്റേഷൻ സർവേ തന്നെയാണ്. നമുക്കൊരു പെൻ ഡ്രൈവ് അതിൽ കണക്ട് ചെയ്യാം. നമ്മൾ അത്യാവശ്യം ഒരു സ്റ്റേഷനിൽ വെച്ചു, നമ്മൾ ഓരോ പോയിന്റുകൾ നമ്മൾ അതിൽ മാർക്ക് ചെയ്തു, പ്ലോട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓട്ടോകാഡിലേക്ക് അതിൻ്റെ പെൻ ഡ്രൈവ് വഴി നമ്മൾ എടുത്ത് അതിന് DXF ഫോർമാറ്റ് ആക്കി അതിൽ ഓട്ടോകാഡിൽ നമ്മളത് കൺവേർട്ട് ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ DWG ഫയലാക്കി നമുക്ക് ഇതിന് ഔട്ട്പുട്ട് ലഭിക്കും. ഡിജിറ്റലാണത്. എല്ലാ കാര്യങ്ങളും വളരെ സ്പെസിഫൈ ചെയ്തതിൽ ഓരോന്ന് നോട്ട് ചെയ്യാൻ പറ്റും. ഓരോ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ ഡയമെൻഷൻസ് ഒക്കെ അതിൽ മാർക്ക് ചെയ്യാം. അത് ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണെന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെ അത്തരത്തിലുള്ള എല്ലാം ടെക്നോളജി എന്തിലുണ്ട്, ഈ ടോട്ടൽ സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഇത് നല്ലതാണ്. പക്ഷേ വലിയൊരു ഏരിയയ്ക്കൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ചെയ്യുമ്പോൾ ഒരു 2-3 ഏക്കറൊക്കെ ചെയ്യുമ്പോൾ ഏറെക്കുറെ ഒരു 2-3 മണിക്കൂറൊക്കെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ബദലായിട്ട് അടുത്ത് വന്നതാണ് എന്ത്, നമ്മുടെ ഈ പറഞ്ഞ GPS സർവേ എന്ന് പറയുന്നത്. അത് ഡിജിറ്റൽ പൊസിഷനിങ്, അതായത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് ഈ പറയുന്ന DGPS, അല്ലേ? DGPS. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. സുഭാഷ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൺവേ ചെയ്യാണ്. ബാക്കി വിവരങ്ങളൊക്കെ അടുത്ത വീഡിയോകളിൽ സുഭാഷ് ഏട്ടൻ തന്നെ അത് അവതരിപ്പിക്കും, അല്ലേ? ഓക്കെ, ഇതിലുള്ളത് ഒരു ബേസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്, ഒന്നാമത്തെ പാർട്ട് അതൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ 40 ബേസ് ഇരിക്കുന്നതിൻ്റെ 40 കിലോമീറ്റർ ചുറ്റളവ് ആൾക്ക് സർവേ ചെയ്യാൻ ഈ പറഞ്ഞൊരു റോവറും ഒപ്പം ഒരു മൊബൈൽ ഫോണും മതി.
അപ്പോൾ ബേസ് എവിടെയോ വെച്ചിട്ടുണ്ട്. അതിന്റെ 40 കിലോമീറ്റർ ചുറ്റളവിലാണ് അല്ലെ 40 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു റോവർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഒരു സ്റ്റെം ഉണ്ട്, മേലൊരു റിസീവർ പോലൊരു സംഭവം ഉണ്ട്, പിന്നെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട്. മൊബൈൽ ഫോൺ ചോദിച്ചപ്പോൾ ഒരു സർവേ മാസ്റ്റർ, എന്താ അപ്ലിക്കേഷൻ്റെ പേര്? സർവേ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ അതിലുണ്ട്. അപ്പോൾ ഞാൻ കണ്ടത് അദ്ദേഹം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് പൊസിഷൻ വെക്കുന്നു, നമ്മുടെ മൊബൈലിൽ ആ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്ലോട്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഡ്രോയിങ് ഫയലായിട്ട് ആ പറയുന്ന അപ്ലിക്കേഷൻ തരും അല്ലേ, അതല്ല അതിൻ്റെ സിസ്റ്റം. ഓക്കെ, വളരെ മോഡേൺ ടെക്നോളജിയാണ്. ഒരാളുടെ സഹായം നമുക്കിവിടെ ആവശ്യം വരുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടം തോന്നി. എന്തായാലും നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പാരിസൺ, ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ വർക്കിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കമ്പാരിസണും പറയാം. ഇതിൽ ഏകദേശം ഞാൻ എറർ എത്ര പെർസെൻറ്റേജ് എറർ പറയുകയാണെങ്കിൽ ഇപ്പം 3mm ഏകദേശം ഏറ്റവും ആക്യുറസി ഏതായിരിക്കും? ടോട്ടസ്റ്റേഷനാണ്. ഓക്കെ, ടോട്ടസ്റ്റേഷനാണ് ഏറ്റവും ആക്യുറസി പറയുന്നത്. എന്നാൽ ഇത് അഡ്വാൻസ്ഡ് ആണ്. ഇനി മുതൽ ഇതൊക്കെ നമുക്ക് നടക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം. നമുക്കറിയാം നമ്മുടെ സിലബസുകളിലൊക്കെ ഇപ്പോഴും ചെയിൻ സർവേയും അതുപോലെ തന്നെ ടാപ്പ് വെച്ചുള്ള മെഷർമെൻ്റ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാനൊരു അധ്യാപകനും കൂടിയാണ്. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്, നമ്മൾ പഠിച്ചിറങ്ങുന്നത് മോഡേൺ ലോകത്തേക്കാണ് അല്ലേ. അവിടെ നമുക്ക് ടോട്ടസ്റ്റേഷൻ സർവേയും ഈ പറയുന്ന ഗ്ലോബൽ പൊസിഷനിങ് സർവേ നമ്മൾ പഠിക്കാതെ വയ്യ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ തുടർ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്ത പാർട്ടിനോട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സുഭാഷ് ഏട്ടാ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.